കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാത്ത ഉമ്മൻചാണ്ടിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം. ഉമ്മൻചാണ്ടി പാർട്ടി കൊണ്ട് നേട്ടമുണ്ടാക്കിയെന്ന് പി.ജെ. കുര്യൻ യോഗത്തിൽ വിമർശിച്ചു. ഒരാൾക്ക് വേണ്ടി യോഗം നീട്ടിവെച്ചത് ശരിയായില്ലെന്ന് പി.സി. ചാക്കോ അഭിപ്രായപ്പെട്ടു. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നതിനായി ഉമ്മൻചാണ്ടി നാളെ ദില്ലിയിലേക്ക് പോകും. സമഗ്ര വിവരങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, വിവരങ്ങൾ. സോമി, ഹൈക്കമാൻഡുമായി ബന്ധമുള്ള നേതാക്കൾ കടുത്ത വിമർശനമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചത്. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെതിരെ പി.ജെ. കുര്യൻ ആഞ്ഞടിച്ചു. ഉമ്മൻചാണ്ടി പാർട്ടിയെ കൊണ്ട് നേട്ടമുണ്ടാക്കിയ നേതാവാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പി.ജെ. കുര്യന്റെ വിമർശനം. ഒരാൾക്ക് വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് ശരിയായില്ലെന്ന് പി.സി. ചാക്കോയും അഭിപ്രായപ്പെട്ടു. പി.ജെ. കുര്യനും പി.സി. ചാക്കോയ്ക്കുമൊപ്പം വി.ഡി. സതീശൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടി വിട്ടുനിന്നത് ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എം.എം. കെ മുരളീധരനുമാണ് യോഗത്തിൽ രംഗത്ത് വന്നത്. ഉമ്മൻചാണ്ടിയെ മാത്രം പഴിചാരേണ്ടെന്ന് എം.എം. ഹസൻ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ പിന്തുണച്ചാണ് കെ മുരളീധരൻ രംഗത്ത് വന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റ് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡ് നിർദ്ദേശം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടിയെ കൂടി പങ്കെടുപ്പിക്കണമെന്നായിരുന്നുവെന്ന് വി.എം. സുധീരൻ മറുപടി നൽകി. അതുകൊണ്ടാണ് യോഗം വൈകിയത്. അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ രാജി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നെന്നും വി.എം. സുധീരൻ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും നിലപാട് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. അടുത്ത ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തും. നാളെ ദില്ലിക്ക് പോകും. അതോടൊപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി ഇന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ വ്യക്തമാക്കി. എം.ആർ. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംഘപരിവാർ ആശയങ്ങളോടുള്ള എതിർപ്പ് ആവർത്തിച്ച് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ. എം.ടി. കമൽ, ഗാന്ധി, ചെഗുവേര വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് നടത്തിയ പ്രതികരണം ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിലും സി.കെ.പി. ആവർത്തിച്ചു. അതേസമയം സി.കെ. പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സി.പി.ഐ.എം. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാർ ആശയങ്ങളോടുള്ള തന്റെ എതിർനിലപാട് പീപ്പിൾ ടിവിയോട് തുറന്നു പറഞ്ഞത്. എം.ടി. വാസുദേവൻ നായർ ഹിമാലയ തുല്യനാണെന്നും കമലിന്റെ ദേശസ്നേഹത്തെ ആരും ചോദ്യം ചെയ്യേണ്ടെന്നും ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെ എന്നുമായിരുന്നു സി.കെ.പിയുടെ തുറന്നു പറച്ചിൽ. എം.ടി. ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ കല്ലെറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും സി.കെ.പി. നിലപാടുകൾ ആവർത്തിച്ചു. ഈ ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ പാകിസ്ഥാനടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങോട്ട് പോലും ആരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അഖണ്ഡ ഭാരതം. അതേസമയം സി.കെ. പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സി.പി.ഐ.എം. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബി.ജെ.പിയുടെയും ആർ.എസ്.എസിൻ്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെ ബി.ജെ.പിയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സി.കെ. പത്മനാഭൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടു കൂടി വ്യക്തമാകുന്നത്. ബി.ജെ.പിക്കകത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ബി.ജെ.പിയിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ ആർ.എസ്.എസിന്റെ അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതികരണങ്ങളാണെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോസ്, കണ്ണൂർ, തിരുവനന്തപുരം. എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവനകൾക്കെതിരെ സി.കെ. പത്മനാഭൻ രംഗത്തെത്തിയതോടെ ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷം. സി.കെ.പി. തന്റെ നിലപാട് ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം മുതിർന്ന നേതാവായ സി.കെ.പിക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നത് പാർട്ടി നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ സി.കെ.പിക്കെതിരെ രൂക്ഷ വിമർശനമുയരും.
BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണം BJPക്കകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ തന്റെ നിലപാടുകൾ ആവർത്തിച്ച് CKP ഇന്ന് വീണ്ടും രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുകയാണ്. തിങ്കളാഴ്ച കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ CKPക്കെതിരെ നടപടി ആവശ്യപ്പെടും. BJP സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കി. അച്ചടക്ക നടപടിക്ക് വിധേയമാകേണ്ട ഒരു നിലപാടാണത്. എന്നാൽ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ CKPക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം വിഷമവൃത്തത്തിലാണ്. തിങ്കളാഴ്ച BJP കോർ കമ്മിറ്റി യോഗവും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിൽ യോഗവും നടക്കുമ്പോൾ CKPക്കെതിരെ രൂക്ഷ വിമർശനമുയരുമെന്നത് ഉറപ്പാണ്. AN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾക്കെതിരെയും BJP നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വക്താവ് MS കുമാർ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ പരസ്യപ്രതികരണം നടത്തരുതെന്ന് നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ സംഭവവികാസങ്ങൾ BJP കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയാധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് വിവാദങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. നോട്ടിൽ നിന്നും ഗാന്ധിയെ നീക്കി മോദിയുടെ ചിത്രം വെക്കുമെന്ന് ഹരിയാനയിലെ BJP മന്ത്രി അനിൽ വിജ്. ഗാന്ധി ചിത്രമുള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുകയാണെന്നും അനിൽ വിജ്. ഖാദി വ്യവസായം തകർന്നതിന് കാരണവും ഗാന്ധി ചിത്രം വെച്ചതുകൊണ്ടാണെന്നും മന്ത്രിയുടെ വിലയിരുത്തൽ. खादी पेटेंट थोड़ा हुई है और जब से खादी के साथ गांधी का नाम जुड़ता रहा, खादी उठ ही नहीं सकी, खादी डूब गई। महात्मा का ऐसा नाम है, नोट के ऊपर चिपक गया जिस दिन से, उस दिन से नोट की डिवैल्यूएशन हो गई। तो अच्छा किया है कि गांधी का हटा के मोदी का लगाया। मोदी ज़्यादा बेटर ब्रांड नेम है और मोदी का लगने से 14% जो है सेल बढ़ी है खादी। सब आप ही की सरकार में अभी नए नोट छपे हैं, तब जो है वो गांधी जी को क्यों नहीं हटाया गया वहाँ से? हट जाएंगे धीरे धीरे. തിരികെ വാർത്തയിലേക്ക്. കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന് അംഗീകാരം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് സാങ്കേതിക സർവകലാശാല അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ടോംസ് കോളേജിന് അംഗീകാരം ലഭിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്ന വിവരം പുറത്തുവരുന്നത്. 2014 കോളേജിന് അംഗീകാരം നൽകുമ്പോൾ 10 ഏക്കർ ക്യാമ്പസ് വേണ്ടെടുത്ത് ഉണ്ടായിരുന്നത് 1 ഏക്കറിൽ താഴെ മാത്രം. കോളേജിൽ ലൈബ്രറിയോ കമ്പ്യൂട്ടർ ലാബോ ഇല്ല. ഡ്രോയിംഗ് റൂം 1 കിലോമീറ്റർ അകലെ ബോയ്സ് ഹോസ്റ്റലിനൊപ്പം. പ്രിൻസിപ്പലിന് സ്വന്തമായി ഓഫീസില്ല. 4 നിലകളിലായി 12 ക്ലാസ് റൂമുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കോളേജിന് AICTE അംഗീകാരം എങ്ങനെ ലഭ്യമായി എന്നതും ചോദ്യചിഹ്നം. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ കുഞ്ചറിയ AICTE സെക്രട്ടറി ആയിരിക്കെയാണ് കോളേജിന് അംഗീകാരം ലഭിച്ചത്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ കഴിഞ്ഞ ദിവസം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയാലുടൻ മാനേജ്മെന്റിനെതിരെ നടപടിയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടോംസ് കോളേജ് ഉടമയും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. കോളേജ് അടച്ചതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. തിങ്കളാഴ്ച പോളിമർ കെമിസ്ട്രി പരീക്ഷ നടക്കാനിരിക്കെയാണ് കോളേജ് അടച്ചത്. സാങ്കേതിക സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ ടോംസ് കോളേജിൽ ക്രമക്കേട് നടന്നതായാണ് റിപ്പോർട്ട്. മറ്റക്കര ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തെളിവെടുപ്പിനെത്തിയ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ മുന്നിൽ മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകിയത്. കോളേജിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് പല കോഴ്സുകളും നടത്തുന്നതെന്നും തെളിവെടുപ്പിൽ കണ്ടെത്തി. കോളേജ് ഉടമ ടോം ടി ജോസഫ് ആരോപണങ്ങൾ നിഷേധിച്ചു. ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച മൊഴികളും തെളിവുകളും അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകും. ഒത്തിരി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായി ഞങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമായ പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. തെളിവെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോളേജിനെതിരെ നടപടി ഉണ്ടാകുമെന്ന വാർത്ത പരന്നതോടെ ടോമും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. കോളേജ് ഹോസ്റ്റൽ അടച്ചുപൂട്ടി വിദ്യാർത്ഥികളോട് ക്യാമ്പസ് വിട്ടുപോകാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് തിങ്കളാഴ്ച നടക്കേണ്ട പോളിമർ കെമിസ്ട്രി പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് 2ാം വർഷ വിദ്യാർത്ഥികൾ. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോം റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ക്യാമ്പസിലെത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ച് രക്ഷിതാക്കൾ. ടോമിനെ രക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി എക്കാലവും ശ്രമിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ടോംസ് കോളേജിനെതിരായ പരാതികൾ അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. മറ്റക്കര ടോംസ് കോളേജിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ
കൊള്ളരുതായ്മകളെ എതിർത്ത പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥിനി രേവതി കൃഷ്ണന്റെ മാതാപിതാക്കൾ കോളേജ് ഉടമ ടോം ടി ജോസഫിനെ പ്രതി ചേർത്ത് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോഴായിരുന്നു സംഭവം. എന്നാൽ പരാതി നൽകിയ രക്ഷകർത്താക്കളെ പ്രതിയാക്കിയും ടോമിനെ ഒഴിവാക്കിയുമാണ് പോലീസ് അന്ന് കേസെടുത്തത്. ഞങ്ങൾ 4 പേരും കൂടെ പോയി പരാതി സ്വീകരിച്ചു. പരാതി സ്വീകരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പരാതി സ്വീകരിച്ചു, ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് സർക്കിൾ എന്നോട് പൊൻകുന്നം സർക്കിൾ വിളിച്ചു പറഞ്ഞു, ഈ കേസ് നിങ്ങൾ പ്രതിയാണ്, ഈ കേസ് നിങ്ങൾ പിൻവലിക്കും. ഏവിയേഷൻ കോഴ്സ് മാത്രം പഠിപ്പിച്ചിരുന്ന ടോംസ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ അനുമതിയും അഫിലിയേഷനും നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. തീർച്ചയായിട്ടും ഈ കോളേജിൽ ഞങ്ങൾ വന്നപ്പം ആദ്യം ഞങ്ങളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം ഇങ്ങനെ കാണിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ പടമാണ്. ഞങ്ങളെ വരവേറ്റത് തന്നെ. തീർച്ചയായിട്ടും കഴിയുന്ന പരമാവധി എല്ലാ പ്രോഗ്രാമിനും മുഖ്യമന്ത്രിയും PC ജോർജ് സാറും വരുമായിരുന്നു. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളൊരു മുഖ്യമന്ത്രി വരണമെങ്കിൽ അത്രത്തോളം ഈ ടോം ജി ജോസഫുമായിട്ട് അടുപ്പം കാണണമല്ലോ. ടോംസ് കോളേജിനെതിരെയുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരവും ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. എ ഗ്രൂപ്പ് സമരം നടത്തേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ I ഗ്രൂപ്പുകാർ സമരം നടത്തണമെന്ന വാശിയിൽ ഉറച്ചുനിന്നു. തുടർന്ന് DCC നേതൃത്വം ഇവരെ അനുനയിപ്പിച്ച് വെജിറ്റേറിയൻ സമരം നടത്തി പിരിയുകയായിരുന്നു. കോളേജിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കാതിരുന്ന പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ച് പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരികെ വാർത്തയിലേക്ക്. ദിലീപിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഉടമകൾക്ക് പുതിയ സംഘടന. സമരം ചെയ്ത തിയേറ്ററുകളോട് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും അവർക്കും സിനിമകൾ നൽകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അതേസമയം സർക്കാർ ഇടപെടലിനെ തുടർന്ന് സമരം പിൻവലിക്കുകയാണെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. 1 മാസത്തോളമായി നീണ്ടുനിന്ന സിനിമാ സമരം അവസാനിച്ചത് പുതിയൊരു സംഘടനയുടെ രൂപീകരണത്തോടെയാണ്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പിന്തുണയോടെയുള്ള സംഘടനയിൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിട്ടുവന്നവർക്കായിരിക്കും പ്രാധാന്യം. സിനിമാ സംഘടനകളുടെയും താരങ്ങളുടെയും പിന്തുണയോടെയുള്ള ബദൽ സംഘടനയ്ക്ക് ദിലീപ് നേതൃത്വം നൽകും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു വേദിയാണ്. ബഹളങ്ങൾ വേണ്ട. നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്ന വളരെ ഗ്ലാമർ ഫീൽഡാണ്. അതിനെ വെറും ചേരി പ്രദേശമാക്കി നമ്മൾ മാറ്റരുത്. അതുകൊണ്ട് പറയുകയാണ്, സമൂഹത്തിൽ സ്ഥാനം, ജനങ്ങൾ തന്നിരിക്കുന്ന സ്ഥാനം നമ്മൾ കളയരുത്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കോമാളിയാവരുത്. TV കയറിയിട്ട് ദയവ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. സമരം നടത്തിവന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അടക്കമുള്ളവരോട് പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G. സുരേഷ് കുമാർ പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഈ സംഘടന ഒരു ഫെഡറേഷന്റെ ബദൽ സംഘടനയായിട്ട് തന്നെയായിരിക്കും ഇത് ഉണ്ടാവാൻ പോകുന്നത്. ഇത് നല്ല രീതിയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എല്ലാവരോടും മാന്യമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉണ്ടാകുന്നത്. ഇത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ തുടങ്ങാൻ പോകുന്ന സംഘടനയും കൂടെ ഒരു കൂട്ടായ്മയായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒരു രീതിയിലും ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല. ഇന്ന് നമ്മുടെ കൂടെ നിന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു വാക്ക്. യോഗത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ, നിർമ്മാതാക്കളായ M. രഞ്ജിത്ത്, ആൻഡോ ജോസഫ്, ആന്റണി പെരുമ്പാവൂർ, സംവിധായകരായ സിദ്ദിഖ്, സത്യൻ അന്തിക്കാട് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടൂർ ഏനാത്ത് പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നതിനാൽ ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കില്ലെന്നും സംഘം വ്യക്തമാക്കി. പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം വകുപ്പ് മന്ത്രിക്ക് ഉടൻ കൈമാറും. MC റോഡിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലത്തിലാണ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത്. പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നു. ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും സംഘം വ്യക്തമാക്കി. ചെന്നൈ IIT മുൻ പ്രൊഫസർ P. K. രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലത്തിൽ പരിശോധന നടത്തിയത്. പാലത്തിന്റെ ഒരു ഭാഗം താഴ്ന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയത്. ഏത് രീതിയിലുള്ള അറ്റകുറ്റപ്പണി നടത്തണം എന്നത് പരിശോധിക്കും. അറ്റകുറ്റപ്പണിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം ഉടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരന് കൈമാറും. പുതിയ പാലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണനയിലില്ലെന്നും വിദഗ്ധ സംഘം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.